കുട്ടിയെ അറിയില്ല, പക്ഷെ ഇവനുമായിട്ട് അറിയാന്നുള്ള ആളാണ്. എന്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ക്രൂരമായ മർദ്ദനം ഇവിടെ ഏകദേശം 4:30-5 മണി സമയമായപ്പോൾ ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ആംബുലൻസിന്റെ ഡ്രൈവർ ഈ പറയപ്പെട്ട അഷ്കറിന്റെ അളിയനാണ്, അൻസലാണ്. ഈ ആംബുലൻസ് ഇവിടെ നിന്ന് റിട്ടേൺ പോകുമ്പോൾ എന്താണ് കാര്യം, ആരെയാണ് കൊണ്ടുപോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ അൻസലിനെ വിളിക്കുമ്പോൾ അൻസൽ എന്നോട് പറഞ്ഞത് അഷ്കറിന്റെ കുട്ടിക്ക് സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. തൊട്ട് പിന്നാലെ ഞാനും ബൈക്കെടുത്ത് എന്റെ 2 സുഹൃത്തുക്കളുമായിട്ട് മറിയം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കൊച്ചിനെ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങി കിടക്കുന്നത് പോലെ കൊച്ചു കിടക്കുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് നോക്കുമ്പോൾ പറയുന്നത് ഭക്ഷണം കഴിച്ചു, വൊമിറ്റ് ചെയ്തു, അങ്ങനെ സുഖമില്ലാതായി കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ കാലിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇളിക്ക് താഴെ സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടുകൾ, പഴയ മുറിവുകൾ അപ്പോഴും കാണപ്പെട്ടത്. അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചത് എന്ത് ചെയ്തെന്ന് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചവനോട് ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് വഴുതി മാറി. അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് കുട്ടിയെ SIT ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യണമുണ്ടായത്. ഇപ്പോൾ ഈ റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള തന്ത്രപ്പാട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ആംബുലൻസിൽ പോയ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റരുത്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക SITയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇവൻ്റെ അളിയൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആരും ഇല്ലാത്ത സമയത്താണ് ഇവൻ്റെ അളിയൻ ഇവിടെ വരുന്നത്. ഇവനും ഈ മരണപ്പെട്ട കുട്ടിയും മാത്രമേ വീട്ടിലുള്ളതാണ്. ഇവൻ്റെ അളിയൻ കയറി വരുമ്പോൾ കൊച്ച് 2 കണ്ണും അടച്ചിട്ടുണ്ട്. തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് ഇവൻ ചോറ് വാരി കൊടുക്കുകയാണ്. ഇവൻ ഇതിനു മുമ്പ് ഈ കുട്ടിയെ കൊന്നിട്ട് ചോറ് വാരി കൊടുക്കുന്ന സംഭവമായിരിക്കാം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിലുണ്ടാവണം. അപ്പോൾ ഇവൻ ചോദിച്ചു എന്താ ഈ ഉറങ്ങുന്ന കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് എന്തെന്ന് നോക്കുമ്പോൾ അവൻ ഉറങ്ങി കിടക്കരുന്ന്, വിശന്ന് കരഞ്ഞതുകൊണ്ട് ഞാൻ ചോറ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ആംബുലൻസ് ഓടിക്കുന്ന അൻസൽ വണ്ടിക്ക് ഓട്ടം വന്ന് പനവൂർ എത്തുമ്പോഴേക്കും വിളിക്കുന്നു കുട്ടിക്ക് സുഖമില്ല, പെട്ടെന്ന് ആംബുലൻസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന സമയത്താണ് നമ്മൾ ഇതിനോടൊപ്പം ആടാകുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കുട്ടിയെ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഇവൻ്റെ അളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ ഇവൻ നിരന്തരമായി മർദ്ദിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വീട് അൻസലാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇവൻ ബലാത്കാരമായാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. മുമ്പ് ഈ കുട്ടിയെ ഇവിടെ ഇട്ട് ഉപദ്രവിച്ചപ്പോൾ അൻസൽ ഉപദ്രവിക്കരുതെന്ന് വിലക്കപ്പെട്ടപ്പോൾ അൻസറിനെ വെട്ടോത്തിയായിട്ട് ഇവിടെ ഇട്ട് കൊല്ലാൻ വേണ്ടി ഇവ ഓട്ടിച്ചിട്ടുണ്ടെന്ന് അൻസൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ ഒരു ഭീകര അന്തരീക്ഷമാണ് ഈ വീട്ടിൽ കാണിച്ചത്. ഇവൻ്റെ ആദ്യ ഭാര്യ ഇവൻ നിയമപരമായിട്ട് ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് പാലോടെന്ന്. ആ കുട്ടിയെ ആറ്റുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിട്ട് നിരന്തരമായി ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. അവസാനം ബ്ലഡ് തലയ്ക്ക് കോട്ടായി ആ കുട്ടി മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ പാലോട് ആ കുട്ടിയുടെ വീട്ടിൽ ജീവിച്ചിരിക്കുകയാണ്. അതുപോലെ സമാന്തര കേസുകൾ നിലവിൽ 5ഓളം കേസുകൾ ഇവൻ്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. പക്ഷേ ഇതുപോലൊരു മനോഭാവം ഇവനുള്ളതായിട്ട് ഇപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ഈ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അപ്പോൾ വളരെ വളരെ മാന്യമായിട്ട് ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്ന ഒരുത്തനാണ് എന്നാണ് നാട്ടുകാരുടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന അറിയാമെന്നുള്ള പലരുടെ ചോദിച്ചാലും ഇതായിരിക്കും പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വികൃതമായ രൂപം ഇവനുണ്ട് എന്ന് ഇപ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ പനവൂർ ഹോസ്പിറ്റലിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന ഒരു ലേഡീസ് നേഴ്സിൻ്റെ സ്വർണ്ണം ഇതേപോലെ ഇവൻ കൈപ്പറ്റി, അങ്ങനെ ഒരു കേസ് നെടുമാട് സ്റ്റേഷനിലുണ്ട്. അതുപോലെ കല്ലിയോട് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ ആ കുട്ടിയിൽ നിന്ന് ഇവൻ കരസ്ഥമാക്കുകയും ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മരണപ്പെട്ടു പോയ CPMൻ്റെ ഒരു നേതാവുണ്ട് വെള്ളാഞ്ചിറ വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചെന്നിരുന്ന് ആ വിഷയം പരിഹരിച്ച് ഇവൻ ആ വിഷയത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തതാണ്. അന്നൊക്കെ ഇവൻ വളരെ മാന്യമായിട്ട് നാട്ടിൽ ജീവിക്കുന്നവനാണ്. പക്ഷേ ഇങ്ങനെ ഒരു മനോഭാവം ഇവനുണ്ട് എന്ന് ഞങ്ങളാണ് അറിഞ്ഞത്. അതുപോലെ ഇവൻ്റെ ഒരു ടീച്ചറുണ്ട്, ഈ ഡാൻസ് അക്കാഡമിയുടെ ഒരു ടീച്ചർ. അവരാണ് ഈ പെൺകുട്ടിയെ ഇവൻ്റെ മണ്ടയിൽ കെട്ടിവെച്ചത് എന്ന് ഇന്നലെ ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയുടെ അമ്മ വെളിപ്പെടുത്തിയതാണ് ചാനലിനോട്. അപ്പോൾ അതുകൊണ്ട് അതിലും സമഗ്രമായൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. പക്ഷേ ഇന്നിവിടെ ഈ നാട്ടുകാർ ലോഷാകുലരായത് ഒരിക്കലും ആരെയും തെറ്റു പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുള്ളതാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏകപക്ഷീയമായ ഒരു നിലപാട്. ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിച്ചിട്ട് എന്താണ് സാറേ ചെയ്യാനുള്ളത്? 4-3 മാസം കഴിഞ്ഞ് ഇവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും. വീണ്ടും ഒരു കുട്ടിക്ക് ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്.